എമ്പുരാന്റെ വരവിനായി ആരാധകർ ആകാംക്ഷയോടെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. ഇപ്പോഴിതാ ലൂസിഫർ സിനിമയുടെ ക്ലൈമാക്സ് ലൊക്കേഷൻ അവസാന നിമിഷം മാറ്റേണ്ടി വന്നതിനെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജ് സുകുമാരൻ. ദുബായിൽ ജബൽ അലിയിലെ മനോഹരമായ ഒരു സ്വകാര്യ ചാർട്ടേഡ് ടെർമിനലായിരുന്നു ലൂസിഫറിന്റെ ക്ലൈമാക്സ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. ഷൂട്ടിംഗിനായുള്ള അനുമതി ലഭിച്ചുവെങ്കിലും അവസാന നിമിഷം ദുബായ് ഫിലിം കമ്മീഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നുവെന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. പിന്നീട് ഒരു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് ലൊക്കേഷൻ മാറ്റുന്നത്. ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും തന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് ലൂസിഫർ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സഹായിച്ചതെന്നും അവരുടെ വിശ്വാസം എമ്പുരാനിലും നിലനിർത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതായും പൃഥ്വിരാജ് പറഞ്ഞു. ലൂസിഫറിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാനിരുന്നത് ദുബായിൽ ജബൽ അലി എന്ന സ്ഥലത്തുള്ള ഒരു സ്വകാര്യ ചാർട്ടേഡ് ടെർമിനലിലായിരുന്നു. ഏകദേശം 100-ലധികം സ്വകാര്യ ചാർട്ടേഡ് വിമാനങ്ങളും ഉയർന്ന നിലവാരമുള്ള സ്വകാര്യ ജെറ്റുകളും എല്ലാം പാർക്ക് ചെയ്തിട്ടുള്ള മനോഹരമായ ടെർമിനലാണ് അത്. അവിടെ സിനിമ ചിത്രീകരിക്കാൻ എനിക്ക് അനുമതി ലഭിച്ചിരുന്നു. നിർഭാഗ്യവശാൽ സ്ക്രിപ്റ്റ് വായിച്ചതിനുശേഷം അവസാന നിമിഷം ദുബായ് ഫിലിം കമ്മീഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് തനിക്കറിയില്ലെന്നും പൃഥ്വിരാജ് പറയുന്നു. എന്തോ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് എന്നാണ് അറിഞ്ഞത്. അതിനാൽ അവസാന നിമിഷം മറ്റൊരു ഓപ്ഷൻ നോക്കേണ്ടി വന്നു. ഇതിനകം തന്നെ തങ്ങൾ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലിരിക്കുമ്പോൾ തന്റെ ഒരു സുഹൃത്താണ് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് നിർദ്ദേശിക്കുന്നത്. തന്റെ സുഹൃത്തിന് അവിടെ കോൺസുലേറ്റിൽ ഒരു സുഹൃത്തുണ്ടെന്നും വേണ്ട സഹായങ്ങൾ ചെയ്തു തരാമെന്നും പറഞ്ഞു. മോഹൻലാൽ സാറിനെയും ആന്റണി പെരുമ്പാവൂരിനെയും ഉടൻ തന്നെ വിളിച്ചു. താൻ റഷ്യയിലേക്ക് പോകുന്നു. 48 മണിക്കൂറിനുള്ളിൽ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം വിളിക്കാം. എല്ലാം ഓക്കെയാണെങ്കിൽ അടുത്ത വിമാനത്തിൽ തന്നെ നിങ്ങൾ എത്തിച്ചേരണമെന്നും പറഞ്ഞു. MEPയാണ് പെട്ടെന്ന് വിസ ലഭിക്കുവാൻ സഹായിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ വിസ ലഭിച്ചു. ലാൽ സാറും ടീമിലെ മറ്റുള്ളവർക്കും 48 മണിക്കൂറിനുള്ളിൽ വിസ കിട്ടി. വിസ കിട്ടിയുടൻ തന്നെ റഷ്യയിലേക്ക് പോയി. പോകുന്നതിന് മുൻപ് ആന്റണി പെരുമ്പാവൂർ തനിക്കൊരു ക്രെഡിറ്റ് കാർഡ് തന്നിട്ട് രാജുവിന് എന്താവശ്യമുണ്ടെങ്കിലും ഉപയോഗിക്കാമെന്നും പറഞ്ഞു. താൻ അവിടെ എത്തി ഷൂട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തതിനു ശേഷം ലാൽ സാറിനെ വിളിച്ച് അടുത്ത ഫ്ലൈറ്റിൽ തന്നെ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടുവെന്നും പൃഥ്വിരാജ് പറഞ്ഞു. മോഹൻലാലും ആന്റണിയും ഫിലിം മേക്കർ എന്ന നിലയിൽ തന്നിലർപ്പിച്ച വിശ്വാസം കാരണമാണ് എല്ലാം ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചതെന്നും പൃഥ്വിരാജ് പറയുന്നു. എമ്പുരാൻ എന്ന സിനിമയുടെ കാര്യത്തിലും അവർ തന്നിലർപ്പിച്ച വിശ്വാസം കാക്കാൻ കഴിയണമെന്നാണ് ആഗ്രഹമെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.